ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ കൈ നനയാതെ അടിപൊളി പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇനി പുട്ട് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് ആരും പറയരുത്. ഈ ഒരു പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപൊടി പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അധികം എഫേർട്ട് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു പുട്ടിന് വേണ്ടിയിട്ട് ആദ്യം പുട്ടുപൊടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ്. ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ മട്ട അരി ഉണ്ടല്ലോ, മട്ട അരി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചതാണ്. എന്നിട്ട് കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും അരിപ്പയിലിട്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുട്ടിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം ഒന്നിച്ച് പൊടിച്ചെടുക്കണ്ട, 2 ബാച്ചാക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് അങ്ങ് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുട്ടിന് നനച്ചെടുത്തിട്ട് എപ്പോഴും കറക്റ്റ് പരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുള പിടിക്കാൻ പറ്റും. അതുപോലെ ആ സ്പോട്ടിൽ തന്നെ നമുക്കത് പൊടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. ഇനി നമ്മളിത് എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് പുട്ടും കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടയിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ലെയർ ചെയ്തെടുക്കാം. അവസാനം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചെടുക്കാം. അതിന് ശേഷം സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്കറിന് മുകളിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. മാക്സിമം ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും. നന്നായിട്ട് ഇതുപോലെ ആവി വരും, അപ്പോൾ തന്നെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. പുറത്തുനിന്ന് പാക്കറ്റ് പൗഡർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. മട്ട അരി വെച്ചിട്ടും ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പുട്ടും കടലക്കറി നല്ല കോമ്പിനേഷനാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇറച്ചി പുട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു മിക്സ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് ഇനി ആരും പറയരുത്. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്